ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് വളരെ ഈസിയാണ്. നമ്മൾ ഇന്നാണ് ചെയ്ത ബട്ടർഫ്ലൈ ആയിട്ടാണ് കേട്ടോ ഉദ്ദേശിച്ചേക്കുന്നത്. നിങ്ങൾക്ക് എന്നാ തോന്നിയെന്ന് അറിയത്തില്ല. ചെറിയ ചെറിയ ചതുരങ്ങൾ വരച്ച് കൊടുക്കണേ. അപ്പോൾ പെട്ടെന്ന് ചെയ്യാം. അതിനാന്ന് വെച്ചാൽ നമ്മൾ അന്ന് ചെയ്തപ്പോൾ ഒത്തിരി നൂലൊക്കെ നമുക്ക് എടുക്കേണ്ട വന്നില്ലേ, കുറേ പ്രാവശ്യം ആഡ് ചെയ്ത് കൊടുത്ത്. ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആ ചതുരം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫില്ല് ചെയ്യാവേ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങോട്ട് കുത്തിയെടുത്തിട്ട് അതിൻ്റെ ചോട്ടിൽ വീണ്ടും കുത്തുമ്പോൾ ആ നൂല് ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങളിത് നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ അല്ലെങ്കിൽ നമുക്ക് സമയനഷ്ടം വരും. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാമല്ലോ, അതിൻ്റെ ചോട്ടിൽ കുത്തി വെച്ച് പിന്നെ ഇവിടെ തീർന്ന് വീണ്ടും അവിടെ കുത്തി പോക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് ഊരിപ്പോരും. ഇനി ഈ ചതുരം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതിൻ്റെ നടുക്കുന്ന തന്നെ ആ സൂചി ഇങ്ങോട്ട് കുത്തിയെടുക്കണേ. എന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടെ തന്നെ ആ രണ്ട് മേലെയും താഴെയും വരുന്ന ആ നൂലിനെ രണ്ടിനെയും കൂടെ ആ സൂചിയുടെ അടിയും കൊണ്ട് തന്നെ ആഡ് ചെയ്ത് വെച്ച് വലിച്ച് തിക്കാക്കി കൊടുക്കണം. കണ്ടോ, ഒന്ന് വലിച്ചൊന്ന് കൊടുക്കണം. എന്നിട്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, നമ്മൾ താഴത്തോട്ട് കുത്തി എടുത്തിട്ട് വീണ്ടും നമ്മൾ സമയലാഭം നോക്കല്ലേ, താഴത്തോട്ട് കുത്തി വലിച്ചെടുത്തേച്ച് വേണം നമ്മളതിനെ ആ പൊക്കത്തിൽ നിന്ന് എടുക്കാൻ. ഇല്ലെങ്കിൽ അവിടെ എന്തോ ഒരു വൃത്തികേട് പോലെ കാണിക്കുന്നുണ്ട്. അത് ശരിയാണ്. നമ്മൾ ഇതിൽ നിന്ന് തന്നെ ആഡ് ചെയ്തിട്ട് അങ്ങ് വലിച്ചെടുക്കുമ്പോഴത്തേനും അത് വേറൊരു ഭാഗമായിട്ടാണ് തോന്നുന്നത്. അതുപോലെ ഇത് കുത്തിയെടുക്കുമ്പോൾ അന്ന് ശ്രദ്ധിക്കണം. ഞാൻ അന്ന് എന്നും പറയുന്ന അതിനോട് ചേർന്ന് കുത്തിയെടുക്കണം, അടിയിൽ നിന്ന് ചെരിച്ച്. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുമേ. പിന്നെ അതുപോലെ ഈ നൂലെടുത്ത് 2 പ്രാവശ്യം ഇതേ ചുറ്റിയാൽ മതി. കാരണം നമുക്ക് ചെറിയ ബട്ടർഫ്ലൈ ആണല്ലോ, ചെറുതായിട്ട് മതി നമുക്ക് ഇതിൻ്റെ കൊമ്പ്. അപ്പോൾ 2 പ്രാവശ്യം ചുറ്റി വെച്ച് അതിന് ഈ ഇടതുവശത്തുള്ള നൂലിനെ ഒന്ന് ടൈറ്റാക്കി വെച്ച് അടിയിൽ നിന്ന് വലിച്ചു കൊടുക്കുമ്പോൾ ഈ കൊമ്പ് പോലത്തെ ഈ സംഭവം വന്നോളൂ. പല കളറിലുള്ള നൂലും കൊണ്ട് ചെയ്യണം. എന്നിട്ട് ഈ സാരിയുടെ തുമ്പലൊക്കെ ചെയ്ത് വെക്കണം, ബോർഡറായിട്ടൊക്കെ നല്ല രസമാണ് കേട്ടോ. ഞാനൊരു സാരി ചെയ്തായിരുന്നു ഇത് പഠിച്ച സമയത്തെ. പക്ഷേ ഞാൻ അതൊരാൾക്ക് കൊടുത്തേ, അതുകൊണ്ടത് കാണിക്കാൻ പറ്റുന്നില്ല. നമ്മളങ്ങനെ ഇങ്ങനെയൊന്നും ചാനൽ ചെയ്യുമെന്നൊന്നും നമ്മളന്ന് ഓർക്കത്തില്ലല്ലോ. വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുക. നമുക്ക് ഇഷ്ടമുള്ളിടത്തോളം ചെയ്യാം കേട്ടോ. നേരവും സമയമൊക്കെ കിട്ടുന്ന പോലെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത് ജോലിയായിട്ടോ ഒക്കെ ചെയ്ത് ഇത് പിന്നെ അലക്കിയാലൊന്നും പോകത്തില്ല കേട്ടോ. ഞാനിത് അലക്കിയൊക്കെ നോക്കിയിട്ടുള്ള, ഞാനിത് ചുരിദാറേ ചെയ്ത് അലക്കിയിട്ടുള്ളതാണ്. പിന്നെ ഈ ഷർട്ടിൻ്റെയൊക്കെ കൊച്ചു പിള്ളേരുടെ ഷർട്ടിലൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. കുഞ്ഞായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ, വളരെ ചെറുതായിട്ട് ഷർട്ടിൻ്റെ പോക്കറ്റിലൊക്കെ. വലിയവർക്ക് ചെയ്താൽ എനിക്കറിയത്തില്ല, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അവർക്ക് ഇഷ്ടപ്പെടുമോയെന്ന് അറിയത്തില്ല, ആൺപിള്ളേർക്കൊക്കെ. ഇത് വീണ്ടും ഇതേ മെത്തേഡ് നിസാര നേരമുള്ളതേ, നമുക്ക് കുറേ എണ്ണം ചെയ്യാം. ഒരുപാട് നൂലും പോകത്തില്ല. വളരെ ഇത് ഒരെണ്ണമൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭംഗി തോന്നത്തില്ല. പക്ഷെ കുറേ എണ്ണങ്ങൾ ചെയ്ത് ഒരുപോലെയൊക്കെ ഇരിക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ എല്ലാവർക്കും തന്നെയുണ്ട് വിശേഷങ്ങളൊക്കെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു. 2025 എങ്ങനെയുണ്ട് തുടങ്ങിയിട്ട്? ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയും ക്ഷീണവും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്നു. എല്ലാവർക്കും പനിയാണ്. മഞ്ഞ് ആയിക്കഴിഞ്ഞപ്പോൾ പനിയും ജലദോഷവും ചുമയും. നന്ദുകുട്ടനൊക്കെ സ്കൂളിൽ പോയിട്ട് 2-3 ദിവസമായി. അപ്പോൾ ഒത്തിരി ദിവസം കൂടി ഇന്ന് പോയി. അങ്ങനെയൊക്കെ ഇരിക്കുന്നു കണ്ടോ. അതുപോലെ തന്നെ അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കും. ഇത് ശ്രദ്ധിച്ചോണം, 2 പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വലിയ ബട്ടർഫ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൽ കൂടുതൽ, അല്ലെങ്കിൽ 2 പ്രാവശ്യം ചെയ്തെങ്കിൽ ഒന്ന് തിക്കായിട്ടൊക്കെ ഇരിക്കത്തുള്ളേ. നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി വേണമല്ലോ, അവിടെ ഒരു പിന്നെ ഇതേ സ്ഥലത്തുണ്ടല്ലോ ഇച്ചിരി വലിപ്പത്തിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പിന്നെ ബ്ലാക്ക് കളറിലെ ചെറിയ ബീഡ്സ് ഇല്ലേ, കുഞ്ഞു ബീഡ്സ്, അത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ സൂചിയും കൂടിയാണ്. ഈ സൂചിക്ക് വലിപ്പം ഉണ്ടല്ലോ ഇതിൻ്റെ ബാക്കി വശത്ത്, ഒരു കഴിനൂല് മുഴുവൻ നമ്മൾ കയറ്റണമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യണേ. ഞാൻ വർത്താനം പറയുന്നതിന് മൊത്തത്തിൽ സ്പീഡുള്ളതാണ്. ഞാൻ സ്പീഡിൽ ഈ ക്ലാസ്സൊക്കെ എടുക്കുന്ന കാലത്തൊക്കെ സ്പീഡിൽ പറഞ്ഞ് അങ്ങനെ ഞാൻ മാക്സിമം സ്പീഡ് കുറയ്ക്കുക ഈ ഓർക്കുമ്പോഴേ. അതുപോലെ കുഞ്ഞ് ബീഡ്സ് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കും. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഞാനൊരു വീഡിയോ കിടക്കട്ടെ എന്ന് വിചാരിച്ചങ്ങ് ചെയ്യുന്നുള്ളൂ. ഇത് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഓക്കെ, ബൈ, നാളെ കാണാം.